എൻ്റെ അറിവിൽ നമ്മുടെ കേരളത്തിൽ ആരുടെയും ഇല്ല എന്നാണ് ഞാൻ കാരണം എൻ്റെ അതിൽ ഒരാൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എനിക്ക് തല്ലിക്കൊല്ലേണ്ടി വന്നു. ഞാൻ പേടിച്ചത് ആൾ ജീവനോടെ കിട്ടൂല എന്നാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. ഗോൾഡ് എന്ന് പറയത്തില്ല, ആ രീതിയിൽ അവന്മാർ കടിച്ച് കുറച്ച് 400 കിലോമീറ്റർ താണ്ടിയാണ് നമ്മൾ ഇന്നലെ ഒരു പർച്ചേസ് ചെയ്തത്. ആൾ ജീവനോടെ ഉണ്ടോയെന്ന് ഭയങ്കര സംശയമാണ്. നമ്മളെ കൂട്ടിൻ്റെ അടുത്തോട്ട് എത്തിയാട്ടോ. അപ്പോൾ തന്നെ എല്ലാവരും ഇവിടെ ബഹളം ഉണ്ടേ. നമ്മുടെ ലവ് ബേർഡ്സൊക്കെ ഇരിപ്പുണ്ട്. ദേ നമ്മളെ കോക്ടെയിലൊക്കെ ഇരിക്കുന്നു. പ്രാവ് ഇവിടെ നോക്കിയാൽ നമ്മളെ കുളത്തിൻ്റെ ആ സൈഡിൽ വെള്ളത്തിൻ്റെ നനവി കയറി കിടക്കാൻ കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ട്, ദേ നിധി, ദേ കാർത്തു രണ്ടുകൂടി വന്നിട്ടുണ്ട്. ആക്ച്വലി ഇന്നലെ ഞാനൊരു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ പർച്ചേസ് എന്താണെന്ന് 2 പർച്ചേസും നിധി കണ്ടു, പക്ഷേ കാർത്ത് കണ്ടിട്ടില്ല അതെന്താണെന്ന്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അതെ നമ്മൾ കൂട്ടിനകത്തോട്ട് കയറി. അടിപൊളി. ഇപ്പം നമ്മളെ പാക്ക് സൂപ്പറായിട്ടിരിക്കുന്ന കേട്ടോ. ഇന്ന് വെള്ളം ചേഞ്ചൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതേ ഇവിടെ കിടപ്പുണ്ടാകുന്ന ഫുഡാണ് കേട്ടോ അത്. ഇന്നലെ രാത്രി നമുക്ക് ഏകദേശം 400 കിലോമീറ്റർ താണ്ടിയാണ് നമ്മൾ ഇന്നലെ ഒരു പർച്ചേസ് ചെയ്തത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പർച്ചേസ് ചെയ്യാനാണ് നമ്മൾ നമ്മുടെ കണ്ണിൽ കാണാണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാതെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പർച്ചേസ് ചെയ്യുന്നത്. കൊള്ളാം കേട്ടോ. ഇഷ്ടപ്പെട്ടോ നിധി? നിധിക്ക് ഇഷ്ടപ്പെട്ടോ? നിധി ഇന്നലെ രാത്രി കണ്ടായിരുന്നു. ഒരു ദിവസം കഷ്ടപ്പെടണം കേട്ടോ. കാരണം നമുക്ക് 2 മണിക്ക് വരുമെന്ന് പറഞ്ഞ് വന്നില്ല, 5 മണിക്ക് വരുമെന്ന് പറഞ്ഞ് വന്നില്ല, 7 മണിക്കാണ് പിന്നെ വന്നത്. 8-8:15 ഞാൻ ഇവിടെ എത്തി കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടിട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ ഷോപ്പിലോട്ട് എത്തി. അപ്പോൾ വീട്ടിൽ ഞാനൊരു നൈസ് ഒരു ഇൻട്രോ പറഞ്ഞിട്ടല്ലേ ഇവിടെ വന്നത്. അത് സർപ്രൈസാണ് കേട്ടോ. ആക്ച്വലി ഇവിടെ നിന്നല്ല നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്നത്. നമുക്കൊരു കൊറിയർ വരുന്നുണ്ട്. കോയമ്പത്തൂരിൽ നിന്നാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്നത്. ആ സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. 5 മണിക്ക് എത്തും കേട്ടോ. ഇപ്പോൾ സമയം വന്നിട്ട് 4:30. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് നമുക്ക് ഫീഡും എടുത്തിട്ട് പോകാമെന്ന്. ആരാന്നും എന്താണെന്നല്ല ഞാൻ പൊട്ടിക്കുമ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് എടുക്കണം. ഇപ്പോൾ വണ്ടി വരാറായി. കോയമ്പത്തൂരിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം അയച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സാധനം എത്തും. അപ്പോൾ ഇവിടെ വന്നാണ് നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നാണ് നമ്മൾ ഫുഡൊക്കെ മേടിക്കുന്നത്. നമ്മൾ ഒരുപാട് ഫിഷ് ഇതിൻ്റെ അകത്തുനിന്ന് ഇഷ്ടംപോലെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അധികം പേരെയൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ പാക്കു ദേ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കുള്ള ഫുഡ് ദേ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നോർമൽ ബ്രാസ് അല്ല നമ്മൾ കൊടുക്കുന്നത്, ഒറാൻഡ ഫിഷാണ് ഇന്ന് നമ്മൾ ഫീഡിന് വേണ്ടി എടുക്കുന്നത്. കാരണം നമുക്ക് ബ്രാസോ ഗോൾഡ് ഫിഷോ ഒന്നും കിട്ടാനില്ല. അത് ഒറാൻഡ ഫിഷ് ഫോമായി വരുന്ന ആ ഒരു കുഞ്ഞിലുള്ള ഇതുണ്ടല്ലോ, അതാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഫുഡ് തികയുന്നില്ല അമ്മമാർക്ക്. ആളെണ്ണമൊക്കെ കൂടിയില്ല. അതേ ഒരു പീക്കോക്ക് കിടപ്പുണ്ട്. അവിടെ ഇപ്പോൾ ഞാൻ വന്നപ്പോഴാണ് കണ്ടത്. ഇതേ ഒരു ചെറിയ പീക്കോക്ക് കിടപ്പുണ്ട്. നൈസ്. കിടന്നോട്ടെ. ഇവിടെ ഷവൽനോസ് കിടപ്പുണ്ട്. ഇവിടെ കുറച്ച് നമ്മളെ പാക്കുവിൻ്റെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ഇതോ എല്ലാവരും കൂടി ഒരു ഗോൾഡ് ഫിഷിനെ കടിച്ച് പറിക്കുന്നു. ഓ, ഗോൾഡ് എന്ന് പറയത്തില്ല, ആ രീതിയിൽ അവന്മാർ കടിച്ച് പറിച്ച് കളഞ്ഞു കേട്ടോ. അത് ഓ, പുതിയ ആൾക്ക് ഇത് വാങ്ങിച്ചേർത്തോ? ഓ, ഇത് നൈസായിട്ടാ, കൊള്ളായത്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഫീഡ് എടുക്കുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഡെലിവറി എടുക്കാൻ വേണ്ടി പോകാം. അവിടെ വെച്ച് കാണാം. ഓക്കെ. അപ്പോൾ അതേ നമ്മൾ തമ്പാനൂരെത്തി കേട്ടോ. എവിടെയാണ് പോകേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. നമുക്ക് അവരെ ഒന്ന് വിളിച്ച് നോക്കാം കേട്ടോ. ഹലോ, എനിക്കൊന്നൊരു കൊറിയർ ഉണ്ടായിരുന്നേ. കോയമ്പത്തൂരിൽ നിന്ന് 5 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയെന്ന് ഷെയർ ചെയ്യാവോ? അമ്മത്തൊട്ടിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഭാഗ്യം ഫോൺ എടുത്തു. അപ്പോൾ ലൊക്കേഷൻ മനസ്സിലായി. മ്യൂസിക് കോളേജിൻ്റെ അടുത്ത്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവർക്കറിയാം മ്യൂസിക് കോളേജ് എവിടെയാണെന്ന്. അങ്ങോട്ട് വിടാം. അപ്പോൾ നമ്മളത് അവർ പറഞ്ഞ സ്പോട്ടിലെത്തി കേട്ടോ. ഓക്കെ, നമ്മളെത്തിയിട്ടോ. അതിൻ്റെ അകത്ത് പോയാൽ നമുക്ക് നമ്മളെ ആളെ കിട്ടും. ഓക്കെ, ബാ പോയിട്ട് വരാം. കോയമ്പത്തൂരിൽ നിന്നൊരു ഡെലിവറി ഉണ്ടായിരുന്നു. നമുക്ക് 6 മണിയാവും കേട്ടോ. ഓ, നല്ല ഇരുട്ട്. നമ്മൾ തിരിച്ച് വീടെത്തുമ്പോൾ നല്ല ഇരുട്ടും. എന്തായാലും 6 മണിക്കാണ്. അപ്പോൾ അതെ നമ്മളെ വണ്ടി വന്നു. സമയം വന്നിട്ട് 6:30 കേട്ടോ സമയം വന്നപ്പോൾ. യെസ്, അപ്പോൾ അതെ നമ്മളെ കൊറിയർ കിട്ടി. സമയം വന്നിട്ട് 7:30 കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ കൊറിയർ കിട്ടിയത്. നമുക്ക് ഇതിനകത്ത് കയറ്റി വയ്ക്കാം. ഇതെങ്ങനെയാണ് കിടക്കുന്നത് ഒരു പിടുത്തമില്ല. സത്യം പറഞ്ഞ് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ആട് ജീവനം ഉണ്ടോയെന്ന് ഭയങ്കര സംശയമാണ്. ഇത്രയും ദൂരത്തുനിന്ന് ആദ്യമായിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ടെൻഷനുണ്ട്, ആൾ സേഫായിട്ട് എത്തിയോ എന്ന്. അപ്പോൾ സമയം 7:30. പെട്ടെന്ന് വീടെത്തണം. അറൗണ്ട് 1 മണിക്കൂർ എത്തും നമ്മൾ വീടെത്താൻ വേണ്ടി. 8:30 ആകുമ്പോൾ എത്താനേ ചാൻസ് ഉള്ളൂ. എന്തായാലും പെട്ടെന്ന് എത്താം കേട്ടോ. അപ്പോൾ വീടെത്തിയിട്ട് കാണാം. യെസ്, അപ്പോൾ അതെ വീട്ടിലോട്ട് എത്തി. വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. നിധിയേ, ഓടിവാ. കുറച്ച് ലേറ്റായിപ്പോയി, ഓടിവാ. കുറച്ചധികം ലേറ്റായിപ്പോയി അല്ലേ? സമയം നോക്കട്ടെ, 8:15. അപ്പോൾ അതെ നമ്മളെ പാക്കേജ്. ഒരാൾ ഇല്ല, ഡെഡ് ആയിട്ടില്ല, ഭാഗ്യം. ഓക്കെ, കൂണ്ടൊക്കെ എടുത്തോ? ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടോ?
ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് പെട്ടെന്ന് കൂട്ടി പോവാം. എനിക്ക് ടെൻഷൻ വേറൊന്നുമില്ല. ഇന്നലെ വൈകുന്നേരം അവർ പാക്ക് ചെയ്ത് വിട്ടതാണ്. എവിടെ നിന്നാണെന്ന് അറിയാമോ ദീദി? കോയമ്പത്തൂരിൽ നിന്ന് ഇന്നലെ പാക്ക് ചെയ്ത് വിട്ടതാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. എന്തായിരിക്കും നിധിക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ശരിയാണ്, മീനാണ്. എന്ത് ടൈപ്പ് മീനാണെന്നല്ല ഗസ്സുണ്ടോ? എന്ത് മോൺസ്റ്റർ ഫിഷ്? ഓ അല്ല, അങ്ങനെ സാധാ ഫിഷിനെ കൊണ്ടൊന്ന് ഇടൂടി എൻ്റെ അകത്ത്. ഓക്കെ, ദേ പാക്കിങ്. ആളത് അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. കാണാൻ മേലല്ലേ, ഇപ്പൊ കണ്ടോ ആളെ? അതിൽ കൂടെ കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇപ്പോൾ കുറച്ച് ടെമ്പറേച്ചർ ഒന്ന് ടാലി ആവട്ടെ. ഒരടിപൊളി ഐറ്റമാണ് കേട്ടോ. അവൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു പോയി. അപ്പോൾ അവർക്ക് ഫീഡ് എന്തായാലും കൊടുത്തേക്കാം. ഞാൻ ഏത് ഫിഷാണ് എന്ത് ഫിഷാണെന്നുള്ള എല്ലാം നാളെ രാവിലെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇത് നോർമൽ ടൈപ്പല്ല, ഒരു ഹൈബ്രിഡാണ്. അപ്പോൾ എന്തായാലും പുതിയ ആളെ ഇടുന്നതിന് മുന്നേ നമ്മൾ പീക്കോക്കിന് ഫുഡ് കൊടുത്തേക്കാം. ഫീഡായിട്ട് കൊടുക്കുന്നത് ഒറാൻഡ ഫിഷിനെയാണ് കേട്ടോ. ഒരു എല്ലോവശ്യം കയറി വരുന്ന ഫിഷുകളാണ് കേട്ടോ. അത് ഹെഡിൽ റെഡൊക്കെ ഉണ്ടോ. അപ്പോൾ അവൻ ടെമ്പറേച്ചർ സെറ്റ് ആവട്ടെ. ആ സമയം കൊണ്ട് ഇത് കൊണ്ട് അതിൻ്റെ അകത്തിടാം. ബാ ഓക്കെ, അവന്മാരെല്ലാം ദേ ഇതിലൂടെ തട്ടിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സൈസ് നോക്കിക്കേ, സൂപ്പർ സൈസല്ലേ, ഗാറിന് കൊടുക്കാൻ പറ്റിയ സൈസാണ്. അപ്പോൾ അതെ ഫുൾ ടാങ്ക് ഞാൻ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇത് റിലീസ് ചെയ്യാണ്. അതെ എല്ലാവരും ഇറങ്ങിപ്പോവുകയാണേ. പോട്ട് ഇതിലാരും ഡെഡായത് ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് വെച്ച് ഞാനൊരു എലിയെ തല്ലിക്കൊന്നു കേട്ടോ. അതാണ് അതങ്ങനെ സൈഡിൽ ഇരുന്നത്. നമ്മളെ കൂട്ടി കയറുന്ന ഒരു എലിയെ കിട്ടി, അവനെനിക്ക് തല്ലിക്കൊല്ലേണ്ടി വന്നു. ഞാൻ പേടിച്ചത് ആൾ ജീവനോടെ കിട്ടൂലെന്നാണ്. ഇവൻ്റെ സെയിം സൈസാണ് നമ്മളിപ്പോൾ വളർത്തുന്ന ഷെവൽ നോസിന് അല്ലേ. നിങ്ങൾക്കിപ്പോൾ രാത്രി ഇവനെ ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. റബ്ബർ ബാൻഡ് പോയപ്പോൾ ഓക്കെ. ഇങ്ങോട്ട് പോയിക്കേ. അപ്പോൾ സെറ്റ് ആയിട്ടോ കാണാൻ, സൂപ്പറായിരിക്കുന്നു. യെസ്, എനിക്കൊരൊറ്റ പേടിയേ ഉള്ളൂ, പീക്കോക്ക് കടിക്കാതിരുന്നാൽ മതി. ദേ ഇതാണ് ആള്. ഓ സൂപ്പറായിട്ടോ, ആള് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയാമോ? ഹൈബ്രിഡ്. എന്താടേ രണ്ടെണ്ണം അടിച്ചേക്കണോ നീ? ഹൈബ്രിഡ് എന്തിൻ്റെ ഹൈബ്രിഡ്? പെട്ടെന്ന് പറ. റെഡ് ക്യാറ്റ് ഫിഷിൻ്റെയും ഷെവൽ നോസിൻ്റെയും ഒരുമിച്ചുള്ളതാണ് ഇത്. രണ്ടും മിക്സ് ചെയ്ത് അവർ ഇറക്കിയതാണ്. നാളെ രാവിലെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാവേ നിങ്ങൾക്ക്. ഇപ്പോൾ ആൾ പോട്ടെ, അവൻ കടിക്കാതിരുന്നാൽ മതി. ഓക്കെ, അവൻ പോയി. കടിച്ചാൽ ലൈവായിട്ട് ഇപ്പോൾ കാണാം. അവൻ കറങ്ങിയാണ് പോകുന്നത്, കാരണം ഇത്ര നേരം കവറിനകത്ത് കിടന്നതല്ലേ. അപ്പോൾ അതെ ആളെ നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. നാളെ രാവിലെ സൂപ്പറായിട്ട് കാർത്തൂന് കാണിച്ചു കൊടുക്കണം. കാർത്തൂൻ്റെ അടുത്ത് പറയില്ല കേട്ടോ എന്താണെന്ന്. കാർത്തു എന്തായാലും ഗസ് ചെയ്യട്ടെ ഇത് എന്താണെന്ന്. അപ്പോൾ കണ്ടായിരുന്നല്ലോ, അങ്ങനെ കാർത്തൂന് നമ്മൾ പർച്ചേസ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് കണ്ടായിരുന്നോ? ഇതെന്താണ്? ഇത് ഗോൾഡ് ഫിഷ് അല്ല. മനസ്സിലായോ എന്താണെന്ന്? ഒറാൻഡ. ഇതിനാണ് നമ്മളിപ്പോൾ ഫീഡ് കൊടുക്കുന്നത്. ഇതിനാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നത്. ഇതിനാണ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നത്. ഈ ടാങ്കിലോട്ട് ഇടുന്നതിന് മുന്നേ നിന്നെ കാണിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഈ ടാങ്കിലിട്ടാൽ പിന്നെ കാണാൻ കിട്ടില്ലല്ലോ. അതുകൊണ്ട് നിന്നെ കാണിച്ച് നിനക്കൊരു എക്സ്പീരിയൻസ് തന്നതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ അല്ലേ, സെറ്റല്ലേ? എന്നാലും നമ്മൾ ഇതിൻ്റെ 2 ഫീഡ് കൊടുത്തായിരുന്നു കേട്ടോ. ഇതിനടുത്ത് ഫീഡ് കൊടുത്താൽ ഫീഡ് കൊടുക്കാൻ നോക്കണ്ടേ? നമുക്ക് ഫീഡ് കൊടുത്ത് എന്താണെന്ന് നോക്കിയിട്ട് വരാം. നമ്മളെ ഗാറ് നമ്മൾ കൊടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഗാറ് നമ്മളെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷോട്ട് ഇപ്പോൾ ചെറിയൊരു അംഗമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. രണ്ടിലും അതിൽ ഒരാൾ തീരാൻ ചാൻസ് ഉണ്ട്. രണ്ടുപേരും നല്ല ചട്ടമ്പികളാണ്. അതെ, സ്പോട്ടഡ് ക്യാറ്റ് ഫിഷേ തീരുള്ളൂ. ഗാറ് ഇപ്പോൾ ഭയങ്കര സൈസായി. അത് മിക്സ് ആയിട്ടിട്ട് വളർത്താനാണ് നമ്മൾ നോക്കുന്നത്. മറ്റോ ഭയങ്കര പെട്ടെന്ന് വലുതായി കളഞ്ഞു അല്ലേ നിധി? നമ്മൾ കൊണ്ടുവന്ന എന്ത് കുഞ്ഞായിരുന്നു അല്ലേ കാർത്തൂനോടെയാണ് ആദ്യം കൊണ്ട് ഇട്ടിരുന്നത്. നിനക്കാണ് കാണിച്ചെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അന്ന് 8 ഇഞ്ച് അല്ലേ, 8 ഇഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് നിസ്സാര സമയം കൂടെ ഗാറ് വലുതാകുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ള മോൺസ്റ്റർ ഫിഷിനെ കാട്ടി കുഞ്ഞ് ഗാറ് നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ അവർ വലുതാവുന്നതിനോടൊപ്പം തന്നെ ഗാറും വലുതാവും. അതാണ് നമ്മൾ നോക്കുന്നത്. അതെ, നമ്മൾ വീഡിയോ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഒരാൾ നോക്കണോ ചോദിക്കേ, അതെന്നെ അവിടെ ഇരിക്കണേ?
അറിയില്ല, കുറെ നേരം കണ്ടിരിക്കുക. നമ്മൾ ഈ ടാങ്കിലോട്ട് പുതിയൊരാളെ മേടിച്ചിട്ടു. നേരത്തെ നോക്കിയോ? നോക്കിയിട്ട് ഒന്നും കണ്ടില്ല, പീക്കോക്കിനെ മാത്രമേ കണ്ടോളൂ. അശ്യോ, അത് കണ്ടില്ല. അതൊന്നും പറ്റി പൊക്കി. ഞാൻ അത് കാർത്തൂന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവേണ്. കണ്ടോ ഇതിൻ്റെ അകത്ത്? കാണാൻ പാടാണ്. അപ്പോൾ അതെ അവനെ ഇങ്ങനെ എടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ആളെ, രാവിലെ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാർത്തു പറ, ഷെവൽ നോസ് ആണോ റെറ്റെയിലാണോ? അല്ല, പിന്നെ അതല്ലേ നമ്മൾ വളർത്തുന്നത് അവിടെ. ഇത് നമ്മളെ എൻ്റെ അറിവിലാണ്, എൻ്റെ അറിവിൽ നമ്മുടെ കേരളത്തിൽ ആരുടെയും ഇല്ല എന്നാണ് ഞാൻ. കാരണം ഒരുപാട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ സെർച്ച് ചെയ്തായിരുന്നു. ആരും വളർത്തുന്നതായിട്ട് കണ്ടില്ല. അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. അത് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം അവരെ വീഡിയോ കൂടി കാണാമല്ലോ നമുക്ക്. അതെങ്ങനെയായിരിക്കും ഫോം ചെയ്ത് പറയുന്നത് നമുക്കറിയാമല്ലോ. എടാ ഇത് ആക്ച്വലി വന്നിട്ട് നിർത്തി കാണിച്ച്, ഇത് ആക്ച്വലി വന്നിട്ട് നമ്മളെ റെറ്റെയിൽ ക്യാറ്റ്ഫിഷിൻ്റെയും ഷെവൽ നോസിൻ്റെയും മിക്സാണ്. ഹൈബ്രിഡാണ്. അങ്ങനെ ഹൈബ്രിഡ് ക്യാറ്റ്ഫിഷ്. അതെ, ഈ തല വന്നിട്ട് ഹെഡ് വന്നിട്ട് നമ്മളെ ഷെവൽ നോസും ബാക്കി വന്നിട്ട് നമ്മളെ റെഡ് പോലെ വരും. ഇവിടെയൊക്കെ നല്ല ടെയിലൊക്കെ നല്ല റെഡായിട്ട് കയറി വരും. അത് ചിലതിലേക്ക് അങ്ങനെ വരത്തുള്ളൂ, ചിലതിൽ നല്ലൊരു ഫോമായിട്ട് ക്ലിയർ ആയിട്ട് വരും. സാധനം അങ്ങനെ ഉണ്ട്. ഇവൻ്റെ സെയിം സൈസല്ലേ നമ്മുടെ ഷെവൽ നോസ്. അപ്പോൾ ആ ഷെവൽ നോസിൻ്റെ അകത്ത് ഇടാൻ പറ്റൂലേ? അതെന്താ പറയുക, അവൻ്റെ അവിടെ ഇട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങോട്ട് വിടാത്തത്. അപ്പോൾ ഇവനെ വിട്ടേക്കട്ടെ. നിധിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആളെ? നൈസല്ലേ? അവൻ കാണാൻ എന്ത് ക്യൂട്ടാന്ന് നോക്കി. ഭയങ്കര രസമാണ് കേട്ടോ അവൻ. ഏയ് അങ്ങനെയാണെന്നുള്ളത് വിട്ടേക്കട്ടെ. പോട്ടെ. ദേ പോകുന്നു. പൈപ്പിനകത്ത് നമ്മളെ നൈഫ് ഫിഷാണ്. അത് പറഞ്ഞു നോക്കി. അപ്പോൾ നമ്മളെ ചാനലിൽ പുതിയൊരു വീഡിയോ വരും കേട്ടോ. അത് ഒരു സർപ്രൈസ് വീഡിയോ ആണ്. രണ്ടുപേർക്കും അറിയത്തില്ല അതെന്താണെന്ന്. എനിക്ക് മാത്രമേ പ്ലാനിങ് ഉള്ളൂ. പറയാൻ നമ്മളെ ചാനലിൽ വരും കേട്ടോ. അപ്പോൾ വീഡിയോ എന്ത് ചെയ്താലോ? രണ്ടുപേർക്കും അറിഞ്ഞൂടല്ലേ? നല്ല മുൻകൈ സെറ്റ് ഇരിക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ പുറകെ വരും. അതിൻ്റെ പ്ലാനിങ്ങിലാണ്. സെറ്റാകും, നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇതുവരെ നമ്മളെ ചാനലിൽ വാങ്ങിക്കാത്ത ഒരാളാണ് കേട്ടോ നമ്മുടെ കിളിക്കൂടിൻ്റെ അകത്തേക്ക്. അതെന്താണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം. ഗസ് ചെയ്തവർക്ക് വേണമെങ്കിൽ നമുക്കൊരു പ്രൈസ് കൊടുക്കാം അല്ലേ? എന്തെങ്കിലും മക്കാവോ? എല്ലാം കൊമ്പത്താണ്. ഒരു വെറൈറ്റി സാധനമാണ് നമ്മൾ മേടിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അതും വെറൈറ്റി ആണല്ലോ. എന്തൊക്കെയാ പറയണമെന്ന് നോക്കിയാൽ. ഓക്കെ, അപ്പോൾ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എവിടെയൊക്കെ പോകുന്നതേ പറഞ്ഞ് മതി. നിർത്തിക്കോ. ഓക്കെ, അപ്പോൾ വീഡിയോ എന്ത് ചെയ്താലോ? അപ്പോൾ അതെ നമ്മൾ ഈ കുഞ്ഞുകൂടെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം കേട്ടോ. നമ്മൾ ഇതുപോലെ നല്ല വീഡിയോസ് ഉണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്ത് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം. അതുവരെ ബൈ. നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. അയ്യോ, അകത്തൊന്നും കിടക്കുന്നില്ല. ഇതാണ് അകത്ത് കിടക്കുന്നത്. ഈ മണ്ടം വിശ്വസിച്ച് വീണ്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അതെ നമ്മളെ നമ്മളെ മരങ്ങളൊക്കെ അതെ വീണ്ടും ഇലകളൊക്കെ വന്ന് നല്ല ബ്യൂട്ടി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ.